നമസ്കാരം. ഏവർക്കും മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ HSA മലയാളം ഫൈനൽ ടച്ച് സെഷനിലേക്ക് സ്വാഗതം. മലയാള കവിത എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. മലയാള കവിത. പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്ന ഭാഗമാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുവാനുള്ളത്. വാമൊഴി പാരമ്പര്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാടൻ പാട്ടുകൾ മുതൽ പാട്ട് പ്രസ്ഥാനത്തിലൂടെയും മണിപ്രവാളം പ്രസ്ഥാനത്തിലൂടെയും വളർന്ന ഗാഥ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെ പരിവർത്തിക്കപ്പെട്ട് വെൺമണികളിലൂടെയും ആധുനിക കവിത്രയത്തിലൂടെയും മറ്റും നവീകരിക്കപ്പെട്ട് തുടരുന്ന കവിത എന്ന സാഹിത്യ രൂപത്തിന്റെ സമകാല മുഖം വരെ പഠന വിധേയമാക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഇത് എന്നുള്ളത് അല്ലെ, മലയാള കവിത എന്നൊരു ഭാഗം. ഇപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ HSA പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് മുൻകാല ചോദ്യങ്ങളെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പോയിന്റുകളും നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫൈനൽ ടച്ച് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശതാബ്ദങ്ങൾക്ക് മുമ്പേ രചിക്കപ്പെട്ട രാമചരിതം ഭാഷയുടെ ഏറ്റവും പ്രാക്തനമായ രൂപം കാഴ്ചവെക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഡോക്ടർ ഗുണ്ടത്ത്, ടി ഗോവിന്ദപിള്ള, ഉള്ളൂർ, PV കൃഷ്ണൻ നായർ. ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശതാബ്ദങ്ങൾക്ക് മുമ്പേ രചിക്കപ്പെട്ട രാമചരിതം ഭാഷയുടെ ഏറ്റവും പ്രാക്തനമായ രൂപം കാഴ്ചവെക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ ഗുണ്ടത്താണോ, ടി ഗോവിന്ദപിള്ളയാണോ, ഉള്ളൂർ, PV കൃഷ്ണൻ നായർ എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസിനകത്ത് വന്നിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡോക്ടർ ഗുണ്ടത്താണ് അല്ലെ. ഡോക്ടർ ഗുണ്ടത്താണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഡോക്ടർ ഗുണ്ടത്താണ് അല്ലേ. നമുക്കറിയാം സംസ്കൃതാക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളത് ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗുണ്ടത്താണ്. എന്താണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്? സംസ്കൃതാക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടത്താണ് അല്ലെ. ഗുണ്ടത്താണ്. മറ്റൊരു പോയിന്റ് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പോയിന്റ് നമുക്ക് നോക്കാം. 5ാം ശതവർഷത്തിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടാക്കിയ രാമചരിതം മലയാളത്തിന്റെ പൂർവ്വകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? സി ഗോവിന്ദപിള്ളയാണ്. സി ഗോവിന്ദപിള്ളയുടെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു പോയിന്റ് കൂടി നോക്കാം. നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത്തരത്തിൽ അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് ചോദ്യ സാധ്യതകൾ കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. ഉള്ളൂര് അഭിപ്രായപ്പെട്ട ഒരു കാര്യം നോക്കാം. രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണ് എന്ന് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നതിൽ PV കൃഷ്ണൻ നായർ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. രാമചരിതം തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി പാട്ടല്ല, അലങ്കാരശബളമായ രീതിയിൽ വിരുദ്ധങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള ഒരു പാട്ട് കൃതിയാണെന്ന് PV കൃഷ്ണൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പോയിന്റുകൾ കൂടി പരിശോധിച്ചു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം നോക്കാം. വാനമാം കഴതി തന്നിൽ വൻ തെന്നൽ കരുതി കൂട്ടി ഊനമിൽ മേഘമെന്നും ഉണ്മ ചേർ കരുട് നീക്കി താനെഴിൽ അന്തി എന്നും തകും പുകഴുവൻ വെന്തു മീനെന്നും വിത്ത് കോരി വിതയ്ക്കും പരിചിപ്പാരിൽ. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻസ് നോക്കാം. രാമകഥപ്പാട്ട്, ഭാരതമാല, തിരുനിഴൽമാല, അനന്തപുര വർണ്ണനം. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസിനകത്തുള്ളത് അല്ലേ. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് രാമകഥപ്പാട്ടാണ്, ഭാരതമാലയാണോ, തിരുനിഴൽമാലയാണോ, അനന്തപുര വർണ്ണനമാണോ അല്ലെ. അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് തിരുനിഴൽമാലയാണ്. തിരുനിഴൽമാലയാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം തിരുനിഴൽമാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1981 തിരുനിഴൽമാല കണ്ടെടുത്തു പ്രസിദ്ധം ചെയ്തത് ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ് അല്ലേ. അതായത് 1981 തിരുനിഴൽമാല കണ്ടെടുത്ത് പ്രസിദ്ധം ചെയ്തത് ആരാണ്? ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ്. MM പുരുഷോത്തമൻ നായരാണ്.
ഇനി ഇതൊരു പോയിന്റ് കൂടി നോക്കാം. പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും സമന്വയമാണ് തിരുനിഴൽമാല നിർവഹിക്കുന്നത് എന്ന് എം പുരുഷോത്തമൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്? പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും സമന്വയമാണ് തിരുനിഴൽമാല നിർവഹിക്കുന്നത് എന്ന് പുരുഷോത്തമൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റു ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം, ഇല്ലേ? തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഭഗവാനായ കണ്ണന് മലയർ നൽകുന്ന ബലിയാണ് കവികൾ വിഷയമാക്കിയിട്ടുള്ളത്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട് തിരുനിഴൽമാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഭഗവാനായ കണ്ണന് മലയർ നൽകുന്ന ബലിയാണ് കവി ഇവിടെ വിഷയമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനകത്ത് തൂവലൂഴിയലും നാഗൂറും പ്രതിപാദ്യമായിട്ട് വരുന്നുണ്ട്. തൂവലൂഴിയലും നാഗൂറും പ്രതിപാദ്യമായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ നാലുതളി, എൺമർ സാമന്തർ, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമം തുടങ്ങിയിട്ടുള്ളവയാണ് ഇതിനകത്തെ വർണ്ണനകൾ എന്ന് പറയുന്നത്, അല്ലെ? തിരുനിഴൽമാലയിലെ വർണ്ണനകൾ ഏതൊക്കെയാണ്? നാലുതളി, എൺമർ സാമന്തർ, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമം തുടങ്ങിയിട്ടുള്ളവരുടെ വർണ്ണനയാണ് തിരുനിഴൽമാലയുടെ ഭാഗമായിട്ടുള്ളത്. ഒപ്പം തന്നെ മാമാങ്കം മാമാങ്കവുമായി ബന്ധപ്പെട്ട പരാമർശം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പരശുരാമൻ മണിമുറ നിറഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്നുള്ള പരാമർശം കൂടി അതിനകത്തുണ്ട്, അല്ലെ? അതായത് എന്താണ്? പരശുരാമൻ മണിമുറ നിറഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്നുള്ളൊരു പരാമർശം ഇതിലുണ്ട്, തിരുനിഴൽമാലയിലുണ്ട്. തിരുനിഴൽമാലയിലുണ്ട്. മുൻപുള്ള പരീക്ഷകൾക്കകത്ത് ഇത്തരത്തിലൊരു ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. വേട്ട പെണ്ണെ കളവാൻ കള്ളനങ്ങിരിക്ക ചുമ്മാ വെറുതാനേനാലും പിടംതിങ്കേ മറിക്ക ചാട്ടമറ്റ കരങ്ക എറുമ്പരിക്ക തമ്മ തരം കൊടുത്ത രാവണന് വങ്കിരന്ന് ചിരിക്ക. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഈ വരികൾ ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. തിരുനിഴൽമാല, കണ്ണശ രാമായണം, രാമകഥപ്പാട്ട്, ഭാരതം പാട്ട്. അപ്പോൾ തിരുനിഴൽമാലയാണ്, കണ്ണശ രാമായണമാണ്, രാമകഥപ്പാട്ടാണ്, ഭാരതം പാട്ടിലെയാണ് ഈ വരികൾ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് രാമകഥ പാട്ടാണ്. രാമകഥ പാട്ട് എന്ന് പറയുന്നത് തെക്കൻ പാട്ടുകളിൽ നടുനായകമെന്ന് ഉള്ളൂർ രാമകഥ പാട്ടിനെ വിശേഷിപ്പിച്ച് കാണുന്നത്, അല്ലെ? ഉള്ളൂർ തെക്കൻ പാട്ടുകളിൽ നടുനായകമെന്ന് ഉള്ളൂർ രാമകഥ പാട്ടിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് ഓർക്കുക. ഇതുമായി റിലേറ്റ് ചെയ്ത് മറ്റു കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്തു പോകാം. രാമകഥ പാട്ടിന് ഭാഷാപരിമളം എന്ന വ്യാഖ്യാനം രചിച്ചത് PK നാരായണ പിള്ളയാണ്. രാമകഥ പാട്ടിന് ഭാഷാപരിമളം എന്ന വ്യാഖ്യാനം രചിച്ചത് ആരാണ്? PK നാരായണ പിള്ളയാണ്. ഇനി മറ്റൊരു പോയിന്റ് നോക്കാം. രാമകഥ പാട്ടിനെ ഏക മുത്തമിഴ് കാവ്യമെന്നും കളഞ്ഞു കിട്ടിയ നിധി എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? PK നാരായണപിള്ള തന്നെയാണ്, അല്ലെ? PK നാരായണപിള്ള തന്നെയാണ് രാമകഥ പാട്ടിനെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു? ഏക മുത്തമിഴ് കാവ്യമെന്നും കളഞ്ഞു കിട്ടിയ നിധി എന്നും വിശേഷിപ്പിച്ചത് PK നാരായണപിള്ളയാണ്. ഇനി നോക്കാം. മലനാട്ട് തമിഴും സംസ്കൃതവും മാത്രമല്ല ചെന്തമിഴ് കൂടി സങ്കലനം ചെയ്തുണ്ടാക്കിയ ഒരു ഭാഷാ മിശ്രണമാണ് രാമകഥ പാട്ടിലെന്ന് കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. മലനാട്ട് തമിഴും സംസ്കൃതവും മാത്രമല്ല ചെന്തമിഴ് കൂടി സങ്കലനം ചെയ്തുണ്ടാക്കിയ ഒരു ഭാഷാ മിശ്രമാണ് രാമകഥ പാട്ടിൽ എന്ന് കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്രയും പോയിന്റുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നമ്മൾ നോക്കുകയാണ്. പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ പാട്ടുകളെ വാദപ്പാട്ട്, കേൾവിപ്പാട്ട്, ശാസ്ത്രപ്പാട്ട് എന്നിങ്ങനെ തരം തിരിച്ചത് ആരാണത്? അല്ലെ? അപ്പോൾ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ പാട്ടുകളെ വാദപ്പാട്ട്, കേൾവിപ്പാട്ട്, ശാസ്ത്രപ്പാട്ട് തുടങ്ങിയ രീതികളിൽ തരം തിരിച്ചത് ആരാണ്? G ത്രിവിക്രമൻ തമ്പി, P ശങ്കരൻ നമ്പ്യാർ, കാഞ്ഞിരംകുളം കൊച്ചുകൃഷ്ണൻ നാടാർ, ഉള്ളൂർ. ഇതിൽ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലെ? അപ്പോൾ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ പാട്ടുകളെ വാദപ്പാട്ട്, കേൾവിപ്പാട്ട്, ശാസ്ത്രപ്പാട്ട് എന്നിങ്ങനെ തരം തിരിച്ചത് ആരാണ്? കാഞ്ഞിരംകുളം കൊച്ചുകൃഷ്ണൻ നാടാറാണ് അങ്ങനെ തരം തിരിച്ചത്. ഓക്കെ, നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത മറ്റു കുറച്ച് പോയിന്റുകൾ കൂടി നോക്കി പോകാം. വാദപ്രീതികരങ്ങൾ, ദേശചരിത്രപരങ്ങൾ,
ദേവാരാധന ഉപയുക്തങ്ങൾ എന്ന് തെക്കൻ പാട്ടുകളെ വകതിരിച്ചതാരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരാണ്. വാദപ്രീതീകരങ്ങൾ, ദേശചരിത്രപരങ്ങൾ, ദേവാരാധന ഉപയുക്തങ്ങൾ എന്ന് തെക്കൻ പാട്ടുകളെ വകതിരിച്ചത് ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരാണ്. ഓക്കെ, നോക്കാം. തെക്കൻ പാട്ടുകൾ, പ്രധാനപ്പെട്ട തെക്കൻ പാട്ടുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കി പോകാം. കന്നഡിയൻ പോര്, ഉലകുട പെരുമാൾ പൂപ്പാട്ട്, പുരുഷാദേവി അമ്മ പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ള പോര്, പഞ്ചവൻ കാട്ടുനീലിയുടെ പാട്ട്, പൊന്നിറത്താൾ കഥ, മൂവോട്ട് മല്ലൻ കഥ തുടങ്ങിയിട്ടുള്ളവയാണ് തെക്കൻ പാട്ടുകളിൽ പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ടത് എന്ന് ഓർക്കുക. പ്രത്യുത്തര കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാരൻ പാട്ടുകൾ എന്ന് വ്യവഹരിച്ചു പോരുന്ന പാട്ടുകളെയാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. വടക്കൻ പാട്ടുകൾ മറ്റൊരു തരത്തിൽ കൂടി പറയുന്നുണ്ട്. അത്യുത്തര കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാരൻ പാട്ടുകൾ എന്ന് വ്യവഹരിച്ചു പോരുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു നിരീക്ഷണം നമുക്ക് നോക്കാം. പച്ചോളി പാട്ടുകൾ, പത്തൂരം പാട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഒറ്റപ്പാട്ടുകൾ എന്നൊരു വിഭാഗം കൂടി വടക്കൻ പാട്ടുകളിൽ ഉണ്ട് എന്ന് നിരീക്ഷിച്ചത്, അഭിപ്രായപ്പെട്ടത് MC അപ്പുണ്ണി നമ്പ്യാരാണ്. പച്ചോളിപ്പാട്ടുകൾ, പത്തൂരം പാട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഒറ്റപ്പാട്ടുകൾ എന്നൊരു വിഭാഗം കൂടി വടക്കൻ പാട്ടുകളിൽ ഉണ്ട് എന്ന് നിരീക്ഷിച്ചത് MC അപ്പുണ്ണി നമ്പ്യാരാണ് കേട്ടോ. MC അപ്പുണ്ണി നമ്പ്യാരാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതിയിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിന്റെ പരിണാമ പ്രക്രിയയിലെ ഇടത്താവളമാണ് കണ്ണശ കൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? M ലീലാവതി, N കൃഷ്ണപിള്ള, പുതുശ്ശേരി രാമചന്ദ്രൻ, KN എഴുത്തച്ഛൻ. ഓക്കെ, നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. രാമചരിതത്തിൽ നിന്നും എഴുത്തച്ഛൻ കൃതിയിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിന്റെ പരിണാമ പ്രക്രിയയിലെ ഇടത്താവളം കണ്ണശ കൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? M ലീലാവതി, N കൃഷ്ണപിള്ള, പുതുശ്ശേരി രാമചന്ദ്രൻ, KN എഴുത്തച്ഛൻ. അല്ലേ? അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് N കൃഷ്ണപിള്ളയാണ്. N കൃഷ്ണപിള്ളയാണ് രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിന്റെ പരിണാമ പ്രക്രിയയിലെ ഇടത്താവളമാണ് കണ്ണശ കൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു ചോദ്യവുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. ആനന്ദത്തിൽ ആരംഭിച്ച് പരമാനന്ദത്തിൽ പര്യവസാനിക്കുന്ന ശൈലി മര്യാദയിൽ രചിച്ച പ്രബോധക കാവ്യമെന്ന് കണ്ണശ രാമായണത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ. അതായത് ആനന്ദത്തിൽ ആരംഭിച്ച് പരമാനന്ദത്തിൽ പര്യവസാനിക്കുന്ന ശൈലി മര്യാദയിൽ രചിച്ച പ്രബോധക കാവ്യമെന്ന് കണ്ണശ രാമായണത്തെ, അല്ലെ? കണ്ണശ രാമായണത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രനാണ്. പുതുശ്ശേരി രാമചന്ദ്രനാണ്. നോക്കാം മറ്റൊരു പോയിന്റ് കൂടി. കണ്ണശ രാമായണം കണ്ടെത്തി ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. നമുക്കറിയാം കണ്ണശ രാമായണം കണ്ടെത്തി ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഈ കണ്ണശ രാമായണം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എവിടെയാണ്? ഭാഷാഭൂഷണിയിലാണ്, അല്ലെ? കണ്ണശ രാമായണം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭാഷാഭൂഷണിയിലാണ്. ഭാഷാഭൂഷണിയിലാണ്. ഇനി മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭാഷാമിശ്രമി തെന്തികഴാതെ എന്നുള്ള ഒരു തമിഴ് ഭാഗമാണ്. ഭാഷാമിശ്രമി തെന്തികഴാതെ എന്ന പരാമർശം ഏത് കൃതിയിലേതാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ശിവരാത്രി മഹാത്മ്യത്തിലേതാണ്. ശിവരാത്രി മഹാത്മ്യത്തിലേതാണ്. ഓക്കെ, ഭാഷാ വിശ്രമിത് എന്തികഴാതെ പരാമർശം ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ശിവരാത്രി മഹാത്മ്യത്തിലേതാണ് എന്നുള്ളത് ഓർക്കുക. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ. ഒരു നാൾ വന്നു പിറക്കും പിന്നെ ഉടൽ വളരും ബാലപ്രായം പെരുതരെ മുറ്റും പേയും മായും പേറുകിലാറും ദേഹപ്രകൃതികൾ. ഏത് കൃതിയിലെ വരികളാണ്? എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലെ? ഭാഷാ ഭഗവത്ഗീത, കണ്ണശ രാമായണം, കണ്ണശ ഭാരതം, കണ്ണശ ഭാഗവത്. ഇത്രയുമാണ് ഓപ്ഷൻസ് ഉള്ളത്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഭാഷാ ഭഗവത്ഗീതയാണ്. ഓക്കെ, ഈ ഭാഷാ ഭഗവത്ഗീതയ്ക്കകത്തുള്ള ഒരു സൂചന നമുക്ക് നോക്കാം. അഹമിതു സംശയിച്ചുര ചെയ്യുവേൻ എന്നുള്ളൊരു സൂചന
ഇതിലെയാണ് ഭാഷാ ഭഗവത്ഗീതയിലേതാണ്. മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അഹമിതു സംക്ഷേപിച്ചുര ജീവേൻ എന്ന സൂചന ഏതിലേതാണ്? ഭാഷാ ഭഗവത്ഗീതയിലേതാണ്. ഓക്കെ, ഭാഷാ ഭഗവത്ഗീതയിലേതാണ്. ഇനി നോക്കാം. ഇതിനകത്ത് തന്നെയുള്ള വരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വരി നമുക്ക് നോക്കാം. വിലയറിവാൻ അരുതാകിയ രക്തി വേറൊരു പൊന്നിൻ ചെപ്പിതിലല്ല തവ വലയാകിയ തുകിലിൻ പൊതികിലുമാതിനുടെ മഹിമ വിരോധം വരുമോ എന്ന് പറയുന്ന ഒരു വരി. ഈ വരികള് നമ്മുടെ പരീക്ഷകൾക്കകത്ത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, മറ്റൊരു പോയിന്റ് കൂടി നോക്കാം. സംക്ഷേപണ കലയിലെ ഒരു മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തച്ഛന്റെ ഭാരതം കിളിപ്പാട്ടിന് ഒരു ഡിസൈനും സ്കെച്ചും ഉണ്ടാക്കി കൊടുത്തത് ശങ്കരപ്പണിക്കരാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ള ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. സംക്ഷേപണ കലയിലെ ഒരു മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തച്ഛന്റെ ഭാരതം കിളിപ്പാട്ടിന് ഒരു ഡിസൈനും സ്കെച്ചും ഉണ്ടാക്കി കൊടുത്തത് ശങ്കരപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെടുന്നതാണ് എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ള അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ലീലാതിലകകാരൻ നിർദ്ദേശിക്കാത്ത കാവ്യഗുണം ഏത്? ലീലാതിലകകാരൻ നിർദ്ദേശിക്കാത്ത കാവ്യഗുണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ക്ലേശം, മാധുര്യം, പ്രസാദം, സൗകുമാര്യം. സൗകുമാര്യം അല്ലെ? ചോദ്യം എന്താണ്? ലീലാതിലകകാരൻ നിർദ്ദേശിക്കാത്ത കാവ്യഗുണം ഏത്? ശ്ലേഷം, മാധുര്യം, പ്രസാദം, സൗകുമാര്യം തുടങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ഉത്തരം ഏതാണ്? അല്ലെ, ഇതിന്റെ ഓപ്ഷൻസ് ഇതാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ലീലാതിലകകാരൻ നിർദ്ദേശിക്കാത്ത കാവ്യഗുണങ്ങൾ ഏതാണ്? കാവ്യഗുണം ഏതാണ്? സൗകുമാര്യം അല്ലെ, സൗകുമാര്യം. നമുക്കറിയാം ലീലാതിലകത്തിന് എത്ര ശില്പങ്ങളുണ്ട്? ആകെ 8 ശില്പങ്ങളാണ് ഇതിനകത്ത്. അഞ്ചാം ശില്പം അല്ലെ, അഞ്ചാം ശില്പം എന്ന് പറയുന്നത് ഗുണനിരൂപണം എന്ന് പേര് നൽകിയിട്ടുള്ള ശില്പമാണ് അഞ്ചാം ശില്പം എന്ന് പറയുന്നത്. ഗുണനിരൂപണം എന്നും പേര് നൽകിയിട്ടുള്ള ശില്പമാണ്. ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത തുടങ്ങിയിട്ടുള്ള 4 ഗുണങ്ങളെയാണ് ലീലാതിലകകാരൻ അതിനകത്ത് സ്വീകരിക്കുന്നത് അല്ലെ. അഞ്ചാം ശില്പത്തിലെ ഗുണനിരൂപണം എന്ന് പേര് നൽകിയിട്ടുള്ള ശില്പമാണ് അഞ്ചാം ശില്പം എന്നുള്ളത്. അതിനകത്ത് കാവ്യഗുണങ്ങളായിട്ട് ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത തുടങ്ങിയിട്ടുള്ള 4 ഗുണങ്ങളെ പറ്റി ലീലാതിലകകാരൻ അഭിപ്രായപ്പെടുന്നുണ്ട് അല്ലെ. ലീലാതിലകകാരൻ അതിനകത്ത് സ്വീകരിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യ പ്രസാദനം എവിടെയാണ് നോക്കാം. ആദ്യ പ്രസാദനം എന്ന് പറയുന്നത് 1909 മംഗളോദയത്തിലൂടെ ഉപ്പൻ തമ്പുരാൻ ഒന്നാം ശില്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മംഗളോദയത്തിലൂടെ ഉപ്പൻ തമ്പുരാൻ ഒന്നാം ശില്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ലീലാതിലകവുമായി ബന്ധപ്പെട്ട്. ആറ്റൂർ കൃഷ്ണപിഷാരടി 1917 ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മൂലത്തോടൊപ്പം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആറ്റൂർ കൃഷ്ണപിഷാരടി 1917 ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മൂലത്തോടൊപ്പം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. അടിക്കീഴ്, വൈശ്രവണൻ കുച്ച് തുടങ്ങിയ തീർത്ഥങ്ങളെ വർണ്ണിക്കുന്ന പ്രാചീന മണിപ്രമാണ കൃതി ഏത്? അടിക്കീഴ്, വൈശ്രവണൻ കുച്ച് തുടങ്ങിയിട്ടുള്ള തീർത്ഥങ്ങളെ വർണ്ണിക്കുന്ന പ്രാചീന മണിപ്രമാണ കൃതി ഏതാണ്? അല്ലെ, വൈശിക തന്ത്രം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസിനകത്തുള്ളത്. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതമാണ്. ഉണ്ണിയച്ചി ചരിതമാണ്. നമുക്കറിയാം ഉണ്ണിയച്ചി ചരിതം എന്ന് പറയുമ്പോൾ ആനയച്ച് എന്ന ചോള നാണയത്തിനെ പറ്റി പരാമർശമുണ്ട് ഉണ്ണിയച്ചി ചരിതത്തിൽ. ആനയച്ച് എന്ന് പറയുന്ന ചോള നാണയത്തെ പറ്റി പരാമർശിച്ചതാണെന്നും എന്നാണ് ഉണ്ണിയച്ചി ചരിതം എന്നുള്ളത്. മലനാടിന്റെ രുചിരമഹോദയം എന്ന പ്രസ്താവം, മലനാടിന്റിവ രുചിരമഹോദയം അല്ലെ, മലനാടിന്റിവ രുചിരമഹോദയം പ്രസ്താവമുള്ളത് ഉണ്ണിയച്ചി ചരിതത്തിലാണ്. മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. വരമല്ലികാധവള എന്നാരംഭിക്കുന്നു വർണ്ണനയും നമ്മുടെ ഉണ്ണിയച്ചി ചരിതത്തിനകത്തുണ്ട്. വരമല്ലികാധവള എന്നാരംഭിക്കുന്നു വർണ്ണനയും ഉണ്ണിയച്ചി ചരിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, അടുത്തൊരു ചോദ്യം നോക്കാം. അഗസ്തഗിരീശ്വര മസ്തക സീമനി ഭാസ്കര ഭഗവാൻ മറയും നേരം
ഗതപതി സവിതരി ഗുഹകളിൽ നിന്ന് തിമിര കരീശ്വരരിളകും നേരം ദിക്ഷു വിദിക്ഷുത മുഷ്കരരായ തരക്ക് ഗുണങ്ങൾ തിമിർക്കും നേരം. അല്ലെ, ഒരു വരി തന്നിരിക്കുകയാണ്. ഇത് ഏത് കൃതിയിലെ വരിയാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അപ്പോൾ രാമായണം ചമ്പു, നൈഷധം ചമ്പു, സുജാതോദ്വാഹം, കൊടിയ വിരഹം. അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലേ, ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നൈഷധം ചമ്പുവാണ്. നൈഷധം ചമ്പുവാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അല്ലെ, അപ്പോൾ മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടാനുള്ള അഴക്കോൽ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തമെന്ന് ആരഭിപ്രായപ്പെടുത്തുന്നുണ്ട്? പി ശങ്കരൻ നമ്പ്യാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നൈഷധം ചമ്പുവുമായി ബന്ധപ്പെട്ട് മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടാനുള്ള അഴക്കോൽ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പി ശങ്കരൻ നമ്പ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് നൈഷധം ചമ്പുവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് സൂചിപ്പിച്ചത്. പിച്ചാങ്കത്തിയും അരയിൽ തിരികി ചാറ് പറങ്കി തുപ്പിയുമിട്ട്. അല്ലെ, ഏത് കൃതിയിലെ വരികളാണ്? രാമായണം ചമ്പുവിലെ വരികളാണ്. രാമായണം ചമ്പുവിലെ വരികളാണ്. പിച്ചാങ്കത്തിയും അരയിൽ തിരികി ചാറ് പറങ്കി തുപ്പിയുമിട്ട്. അല്ലെ, ഏത് കൃതിയിലെ വരിയാണ്? രാമായണം ചമ്പുവിലെ വരികളാണ്. രാമായണം ചമ്പുവിലെ വരികളാണ്. മറ്റൊരു പോയിന്റ് കൂടി നോക്കാം. സത്യം വല്ലോർക്കും ആപത്തുകൾ ധടുതി വരും നേരവും പങ്കജാക്ഷം. ഇത് ഏത് വരിയാണെന്നുള്ളത്? രാമായണം ചമ്പുവിലെ വരികളാണ്. സത്യം വല്ലോർക്കും ആപത്തുകൾ ചടുതി വരും നേരവും പങ്കജാക്ഷം രാമായണം ചമ്പുവിലെ ഒരു വരിയാണ് സൂചിപ്പിച്ചത്. നോക്കാം അടുത്തൊരു ചോദ്യം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഉത്കടമായ ശൃംഗാര പ്രതിപാദനം കൊണ്ട് കൃഷ്ണഗാഥയിൽ ചുരുക്കം ചില ഭാഗങ്ങൾ സഭ്യതയുടെ ആഭ്യന്തരത്തിൽ നിന്നും അല്പം വെളിക്ക് ചാടിപ്പോയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടതാണ്. ഉത്കടമായ ശൃംഗാര പ്രതിപാദനം കൊണ്ട് കൃഷ്ണഗാഥയിൽ ചുരുക്കം ചില ഭാഗങ്ങൾ സഭ്യതയുടെ ആഭ്യന്തരത്തിൽ നിന്നും അല്പം വെളിക്ക് ചാടി പോയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പി കെ നാരായണപിള്ള, ചേലങ്ങാട്ട് അച്യുതമേനോൻ, ചിറക്കൽ ബാലകൃഷ്ണൻ നായർ, ടി ഭാസ്കരൻ. ഇപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? പി കെ നാരായണപിള്ളയാണോ, ചേലനാട്ട് അച്യുതമേനോനാണോ, ചിറക്കൽ ബാലകൃഷ്ണൻ നായരാണോ, ടി ഭാസ്കരനാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെ, അറിയാം. അതിന്റെ ഉത്തരം ആരാണ്? പി കെ നാരായണപിള്ളയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു പോയിന്റ് നോക്കാം. നമ്പ്യാർ പൊട്ടിച്ചിരിക്കുമ്പോൾ ചെറുശ്ശേരി ഊറിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ എൻ എഴുത്തച്ഛനാണ്. കെ എൻ എഴുത്തച്ഛന്റെ ഒരു അഭിപ്രായം നമുക്ക് നോക്കാം. നമ്പ്യാർ പൊട്ടിച്ചിരിക്കുമ്പോൾ ചെറുശ്ശേരി ഊറിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കെ എൻ എഴുത്തച്ഛനാണ്. കെ എൻ എഴുത്തച്ഛനാണ്. മറ്റ് ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കി പോകാം. കൃഷ്ണഗാഥയിൽ പരാമർശിക്കപ്പെടുന്ന നാണയം ഏതാണ്? കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിക്കപ്പെടുന്ന നാണയം ഏതാണ്? ഏതാണ്? താരം എന്നുള്ളത്. താരം എന്നുള്ളതാണ് കൃഷ്ണഗാഥയിൽ പരാമർശിക്കപ്പെടുന്ന നാണയം. താരം എന്നുള്ളതാണ്. നോക്കാം, മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. മറ്റൊരു അഭിപ്രായമാണ് പെണ്ണുങ്ങൾ മാത്രം വായിച്ചിരുന്ന കൃഷ്ണപ്പാട്ട് എഴുതിയ ചെറുശ്ശേരിയുടെ മനോധർമ്മ വികാസവും അലങ്കാര പ്രയോഗ സാമർഥ്യവും മറ്റൊരു കവിക്കും മലയാളത്തിൽ ഇല്ലെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സാഹിത്യ പഞ്ചാനനാണ് ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ്? പെണ്ണുങ്ങൾ മാത്രം വായിച്ചിരുന്ന കൃഷ്ണപ്പാട്ട് എഴുതിയ ചെറുശ്ശേരിയുടെ മനോധർമ്മ വികാസവും അലങ്കാര പ്രയോഗ സാമർഥ്യവും മറ്റൊരു കവിക്കും മലയാളത്തിൽ ഇല്ലെന്ന് അഭിപ്രായപ്പെട്ടത് സാഹിത്യ പഞ്ചാനനാണ്. സാഹിത്യ പഞ്ചാനനൻ. നോക്കാം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. ഏത് കൃതിയിലെ വരിയാണ്? ഏത് കൃതിയിലെ വരികളാണ്? ഏത് കൃതിയിലെ വരിയാണ്? ഹരിനാമ കീർത്തനം, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, സന്താന ഗോപാലം പാന. അല്ലെ, ഇതിന്റെ ശരിയായ ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ശരി, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വല്ലായ്മ ദേവകൾ പെടുത്തുവതും ക്ഷമിപ്പതല്ലായിരുന്നു ഹഹ ഭാരതപൂർവ രക്തം. വള്ളത്തോളിന്റെ ശിഷ്യനും മകനും എന്ന കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിലെ ഹഹ എന്ന വ്യാക്ഷേപക ശബ്ദം ഭാരതീയരുടെ സമകാലിക അവസ്ഥയെ കുറിക്കുന്നതായി നിരീക്ഷിച്ച നിരൂപകൻ ആരാണ്? അല്ലെ, അതായത് ഇതിലെ ഹഹ എന്ന വ്യാക്ഷേപക ശബ്ദം ഭാരതീയരുടെ
സമകാലിക അവസ്ഥയെ കുറിക്കുന്നതായിട്ട് നിരൂപിച്ച നിരൂപകൻ ആരാണ്? ആരാണ് ആ നിരൂപകൻ? ആ നിരൂപകൻ ആരാണ്? കുട്ടിക്കൃഷ്ണമാരാറാണോ? കേസരിയാണോ? ജോസഫ് മുണ്ടശ്ശേരിയാണോ? എസ് പുത്രൻ നായരാണോ? ആരാണ്? കുട്ടിക്കൃഷ്ണമാരാർ അല്ലെ? കുട്ടിക്കൃഷ്ണമാരാറാണ് അതിന്റെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. കുട്ടിക്കൃഷ്ണമാരാർ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ കൂടി നോക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനിതർക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഏത് കൃതിയിലെ വരികളാണ്? ഏത് കൃതിയിലെ വരികളാണ്? ഉദ്ബോധനം അല്ലെ? ആശാൻ ഒരു ഉദ്ബോധനം, ആശാൻ ഒരു ഉദ്ബോധനം എന്നുള്ള കൃതിയിലെ വരിയാണ്. ഇനി ഒരു ശൂദ്രനായ കവി മഹർഷി വാൽമീകിയുടെ ദിവ്യമായ കാവ്യം വിവർത്തനം ചെയ്ത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷയാണ് വള്ളത്തോളിന്റെ ബാധിര്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒരു ശൂദ്രനായ കവി മഹർഷി വാൽമീകിയുടെ ദിവ്യമായ കാവ്യം വിവർത്തനം ചെയ്ത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷയാണ് വള്ളത്തോളിന്റെ ബാധിര്യമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആരാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ് അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ആശാന്റെ ലീല എന്ന കൃതിയിലെ ഒരു വരി നോക്കാം. ചിതീലഹ മർത്യജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതി നവരസമാതോർക്കുകിൽ കൃതികൾ മനുഷ്യകഥാനുനായികൾ. ഏത് കൃതിയിലെ വരിയാണ്? ഈ ലീല എന്ന കൃതിയിലെ ഒരു വരിയാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മുൻപ് പരീക്ഷകൾക്കകത്തത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ONV-യുടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കാവ്യ സമാഹാരത്തിന് അവതാരിക എഴുതിയതാരാണ്? ONV-യുടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കാവ്യ സമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണ്? NV കൃഷ്ണവാര്യർ, മുണ്ടശ്ശേരി, സുകുമാർ അഴീക്കോട്, ഉറൂബ്. അപ്പോൾ NV കൃഷ്ണവാര്യരാണോ, മുണ്ടശ്ശേരിയാണോ, സുകുമാർ അഴീക്കോടാണോ, ഉറൂബാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ? നമ്മുടെ ചോദ്യം. ഇതിന്റെ ഇത്തരത്തിൽ ONV-യുടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കാവ്യ സമാഹാരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? മുണ്ടശ്ശേരിയാണ് അല്ലെ? മുണ്ടശ്ശേരിയാണ് ഇത്തരത്തിൽ ഒരു അവതാരിക എഴുതിയിട്ടുള്ളത്. നമുക്ക് മറ്റു ചില അവതാരികകൾ കൂടി നോക്കാം. ONV-യുടെ ആദ്യകാല കവിതകൾ എന്ന കാവ്യ സമാഹാരത്തിന്റെ അവതാരിക എഴുതിയത് ആരാണ്? ONV-യുടെ ആദ്യകാല കവിതകൾ എന്ന കാവ്യ സമാഹാരത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണ്? പി ഗോവിന്ദപിള്ളയാണ്. ഇനി മയിൽപീലിയുടെ അവതാരിക എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. ONV-യുടെ തന്നെ മയിൽപീലിയുടെ അവതാരിക എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. ഒരു തുള്ളി വെളിച്ചം, ONV-യുടെ ഒരു തുള്ളി വെളിച്ചം എന്ന കാവ്യ സമീപനം എന്ന പേരിൽ അവതാരിക എഴുതിയിട്ടുള്ളത് KP ശങ്കരനാണ്. ഒരു തുള്ളി വെളിച്ചം കാവ്യ സമീപനം എന്ന പേരിൽ അവതാരിക എഴുതിയിട്ടുള്ളത് KP ശങ്കരനാണ്. അഗ്നിശലഭങ്ങൾ N കൃഷ്ണപിള്ളയാണ് അവതാരിക രചിച്ചിട്ടുള്ളത്. അക്ഷരം ഫീനിക്സിന്റെ സംഗീതം എന്ന പേരിൽ അവതാരിക എഴുതിയിട്ടുള്ളത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. അക്ഷരം ഫീനിക്സിന്റെ സംഗീതം എന്ന പേരിൽ അവതാരിക എഴുതിയിട്ടുള്ളത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. അടുത്ത് നോക്കാം. കറുത്ത പക്ഷിയുടെ പാട്ട് അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണ്? ഉറൂബാണ്. കറുത്ത പക്ഷിയുടെ പാട്ട് അവതാരിക എഴുതിയിട്ടുള്ളത് ഉറൂബാണ്. ഇനി നോക്കാം. ഉപ്പ് അതിന് അവതാരിക എഴുതിയത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഒഴികഴിവുകളുടെ പച്ചവിറക്, ജന്മദീർഘമായ ശവദാഹം എന്നീ ബിംബകൽപ്പനകൾ ഏത് കവിയുടെ ഏത് കവിതയിൽ? ഒഴികഴിവുകളുടെ പച്ചവിറക്, ജന്മദീർഘമായ ശവദാഹം എന്നീ ബിംബകൽപ്പനകൾ ഏത് കവിയുടെ ഏത് കവിതയിലുള്ളതാണ്? അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം, കക്കാടിന്റെ വജ്രകുണ്ഡലം, KG ശങ്കരപിള്ളയുടെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സച്ചിദാനന്ദന്റെ ബലിമുഹൂർത്തം. അല്ലെ? ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. KG ശങ്കരപിള്ളയുടെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്നുള്ളതിനകത്തെ അല്ലെ, ആ ഒരു കവിതയ്ക്കകത്തെ ഭാഗമാണ് അല്ലെ. നോക്കാം, കുരുക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം നോക്കാം. ചക്രവാളത്തിനപ്പുറം ചൂടുകൾ ഞെട്ടിവന്നു പിറന്ന നക്ഷത്രമേ, നീ ഉണരുക, വാനിലി പാരിന്റെ ചോരയൂറുവാൻ നാടി തുടിക്കുവാൻ. കുരുക്ഷേത്രം എന്ന കവിതയിലെ വരികളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് പാതാളത്തിന്റെ മുഴക്കം. NN കക്കാടിന്റെ പാതാളത്തിന്റെ മുഴക്കം എന്നതിലെ വരികൾ നോക്കാം. ഇവിടെ ജനിപ്പിയിൽ ആദിത്യൻ, ഇവിടെ മരുപ്പിയിൽ ആദിത്യൻ,
ഉച്ചതകൊൾവീലുച്ചണ്ഠൻ. ഉച്ചതകൊൾവീലുച്ചണ്ഠൻ എന്നുള്ളത് പാതാളത്തിന്റെ മുഴക്കം എന്ന് പറയുന്ന കൃതിയിലേതാണ്? NN കക്കാടിന്റെ. NN കക്കാടിന്റെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫൈനൽ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചേരുംപടി ചേർക്കുക. നമുക്കറിയാം, വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കൃതികളാണ് അല്ലെ. അതിന്റെ കൃതികളുടെ പേര് ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, പട്ടിക 1 കൊടുത്തിട്ടുണ്ട്. അതായത് ആദി, രേഷ്മ സി, VK ഹരിനാരായണൻ, ദുർഗാ പ്രസാദ്. രണ്ടാമത്തെ പട്ടികയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പോൾ വെള്ളത്തിലാശാൻ, പെണ്ണപ്പൻ, ബോർഡർ ലൈൻ, തന്തവൈബ്, ഇത്രയുമാണ് നമ്മുടെ തന്തവൈബ് എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ നെറ്റ് പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട്, അതായത് ഒരേ ഓപ്ഷൻ തന്നെ മറ്റെടുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും 1, 2 എന്ന് പറയുന്നുണ്ട്. 1, 2 എന്ന് പറയുന്നുണ്ട്. അതായത് പെണ്ണപ്പൻ നമുക്കറിയാം, ആദിയുടേതാണ് പെണ്ണപ്പൻ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ആദിയുടേതാണ് പെണ്ണപ്പൻ എന്നുള്ളത് നമുക്കറിയാം. അതായത് A2 എന്നുള്ളത് ശരിയാണ് അല്ലെ. A2 എന്നുള്ളത് ശരിയാണ്. പക്ഷെ അടുത്തതാണ് നമുക്ക് സംശയം വരാൻ സാധ്യതയുള്ളത് അല്ലെ. അടുത്തതാണ് സംശയം വരാൻ സാധ്യതയുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. അതില് രേഷ്മ സിയുടേതാണ്. രേഷ്മ സിയുടേതാണ് ഏത്? ബോർഡർ ലൈൻ അല്ലെ. ബോർഡർ ലൈൻ രേഷ്മ സിയുടേതാണ്. രേഷ്മ സിയുടേതാണ്. ഓക്കെ, ബോർഡർ ലൈൻ. ഇനി അടുത്തത് നോക്കാം. VK ഹരിനാരായണന്റേതാണ് തന്തവൈബ്. VK ഹരിനാരായണന്റേതാണ് തന്തവൈബ് അല്ലെ. തന്തവൈബ് VK ഹരിനാരായണൻ. വെള്ളത്തിലാശാൻ, വെള്ളത്തിലാശാൻ ആരുടേതാണ്? ദുർഗാ പ്രസാദ് ആണ് അല്ലെ. D1. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ HSI മലയാളം ഫൈനൽ ടച്ചുമായിട്ട് മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് HSI പരീക്ഷയുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.